ಸಾಟರ್ಡೆ ಈವ್ನಿಂಗು ಟ್ರೈನು. സാറ്റർഡേ ഈവനിങ് പോവാം. ಹಾಂ ഫാസ്റ്റ് ಹಾಂ കുഴപ്പമില്ല. അത് ഞാൻ വന്നാൽ കുഴപ്പമില്ല. അപ്പൊ കാണാം. നമുക്ക് നേരിട്ട് ഹോട്ടൽ എടുത്താലോ? കളിച്ചാൽ കളി പഠിപ്പിക്കുന്ന ചാത്തനെ കുറിച്ചറിയുവാൻ നിങ്ങൾക്ക് സാധ്യതയുണ്ടോ? നിങ്ങളുടെ മനസ്സിൽ അതിനൊരു ഇടമില്ലെന്ന് തോന്നുന്നു. എങ്കിലും ചാത്തൻ ചരിതം തുടർന്നുകൊണ്ടേയിരിക്കും. ചാത്തനെ വെച്ച് വാഴ്ത്തി സ്വന്തം ഇഷ്ടങ്ങൾ നേടിയെടുത്ത് പിന്നീട് ചാത്തനെ തന്നെ അടിമയാക്കിയവരുടെ കഥയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ദുർമന്ത്രവാദം കൊണ്ട് ചാത്തനെ കീഴ്പ്പെടുത്താമെന്ന് വിചാരിച്ച തന്ത്രികൾക്കും അദ്ദേഹത്തിൻ്റെ കർമ്മികൾക്കും പിഴച്ചിരിക്കുന്നു. ചാത്തനോട് കളിച്ചാൽ കുടുംബം തന്നെ ചാത്തൻ ചാരമാക്കി കളയും. അതാണ് സാക്ഷാൽ കുട്ടിച്ചാത്തൻ. നാം ഇന്നറിഞ്ഞത് ചാത്തൻ തിരിച്ചടിച്ച പല ന്യൂസുകളുമായിരുന്നു. സാക്ഷാൽ കുട്ടിച്ചാത്തനെ വെച്ച് ആരാധിച്ചിരുന്നവർ ഇന്ന് പിടിക്കപ്പെട്ടിരിക്കുന്നു. അവർ ചാത്തനെ വെച്ച് ചാത്തനെ മറന്ന് അവർ കളിച്ചു. സാക്ഷാൽ കുട്ടിച്ചാത്തനല്ലേ ചാത്തൻ കളി പഠിപ്പിച്ചു. ചാത്തനല്ലാതിരുന്ന് കണ്ടുകൊണ്ടേയിരുന്നു. ചാത്തനെ ആരാധിച്ചവർ ചാത്തനെ അടിമയാക്കി. ചാത്തനെ കൊണ്ട് അവരുടെ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുകയായിരുന്നു. അവർ പോലും അറിയാതെ അവർ ചാത്തൻ്റെ അടിമകളാവുകയായിരുന്നു. സാക്ഷാൽ ചാത്തൻ കളിയാണ് പഠിപ്പിച്ചു. ചാത്തനെ വെച്ച് അവർ ഒരുപാടങ്ങ് ഉണ്ടാക്കിയിരുന്നു സ്വത്തും പണവുമായിട്ട്. അത് മറ്റുള്ളവരുടെ മുന്നിൽ അവർ അലങ്കാരമായി കാണിച്ചു കൊണ്ടേയിരുന്നു. സ്വ ഇഷ്ടത്തിന് വേണ്ടി അവർ ചാത്തനെ ആരാധിച്ചു കൊണ്ടിരുന്നു. മറ്റുള്ളവരുടെ മുന്നിൽ മുഖമുദ്ര കെട്ടുവാനായി അവർ അമ്പലങ്ങൾ വാനോളമുയർത്തി. പല ഹിന്ദു ദേവതകളുടെയും മൃഗങ്ങളുടെയും ശൈലിയിൽ അവർ അവിടെ ഒരു സാമ്രാജ്യം കെട്ടിപ്പടുത്തി. ആ സാമ്രാജ്യത്തിന് ഇന്ന് അറുതിയാവാൻ ഏറെ നിമിഷങ്ങൾ വേണ്ടി വന്നില്ല. അത് നിലംപതിക്കുവാനായി തുടങ്ങി. ചാത്തൻ തിരിച്ചടിച്ചു. ചാത്തൻ തിരിച്ചടിക്കുക എന്ന് പറഞ്ഞാൽ ആരാധിച്ചവർ തന്നെ ചാത്തനെ അടിമയാക്കി ചാത്തനെ കൊണ്ട് കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയുള്ള ഒരു ഉപകരണമാക്കി മാറ്റുകയായിരുന്നു എന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി പറയാം. അതായത് ചാത്തനോട് നമ്മൾ കളിക്കരുത്. ചാത്തനോട് കളിച്ചാൽ ചാത്തൻ കളി പിടിക്കും. എന്നും ചാത്തനെ നമ്മൾക്ക് ആരാധിക്കാം. ചാത്തനെ തിരിച്ചിലും നെഞ്ചിലും കാൽപാദത്തിലും വെച്ച് നമുക്ക് കൊണ്ടു നടക്കാം. ചാത്തൻ നമ്മളോട് വിളങ്ങി തന്നെ ഇരിക്കും. നാം എന്ന് മനസ്സിലാക്കുന്നത് ആ ദുർമന്ത്രവാദ കേന്ദ്രത്തിൽ നിന്നും ചാത്താൻ വിടുതലയായിരിക്കുന്നു. ചാത്തൻ മോക്ഷം കിട്ടിയിരിക്കുന്നു. ദുർമന്ത്രങ്ങളായ ചാത്തനെ വരുതിയിലാക്കിയവരുടെ കയ്യിൽ നിന്നും ചാത്തൻ പുറത്തായതിൻ്റെ സൂചനയാണ് അവിടെ നടക്കുന്ന കാര്യങ്ങളെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. നാം വിശ്വസിക്കുന്ന ചാത്തൻ, വിളിച്ചാൽ വിളിപ്പുറത്ത് വരുന്ന സാക്ഷാൽ വിഷുമായ കുട്ടിച്ചാത്തൻ ഇനി എവിടെയില്ല. ചാത്തനെ ഇഷ്ടപ്പെടുന്ന, ചാത്തനെ ആരാധിക്കുന്ന മറ്റൊരിടത്തേക്ക് യാത്രയായി. അതിനുള്ള സൂചന ഇനി കാട്ടിക്കൊണ്ടേയിരിക്കും. ഇല്ലം ക്ഷയിക്കുവാൻ ഇനി സമയമില്ല. കെട്ടി ഉയർത്തിയ മാളികകൾ പതുക്കെ നിലംകുത്തും. കാലം അത് മായ്ക്കും. നമ്മളിത് കണ്ടുകൊണ്ടേയിരിക്കും. ചാത്തനോട് കളിക്കരുത്. ചാത്തനെക്കുറിച്ച് നമുക്ക് കുറച്ചും കൂടി വ്യത്യസ്തമായ ശൈലിയിൽ ഇനി ആസ്വദിക്കാം. കളിച്ചു കഴിഞ്ഞാൽ കളി കാണിച്ചിരിക്കും. അത് വിഷ്ണുമായ തമ്പുരാൻ. വിഷ്ണുമായ തമ്പുരാനെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയാൽ ഒരുപാടങ്ങ് പറയാനുണ്ട്. കാരണം സാക്ഷാൽ ത്രിലോകനാഥനെ വരെ മായയാൽ ഉറക്കിക്കെടുത്തിയവനാണ് സാക്ഷാൽ വിഷ്ണുമായ തമ്പുരാൻ. സാക്ഷാൽ വിഷ്ണുമായ തമ്പുരാൻ്റെ ചരിതം നാം അറിഞ്ഞിരിക്കണം. നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കലിയുഗത്തിൽ നമുക്ക് പ്രശ്നങ്ങൾ സംഭവിച്ചു തുടങ്ങി എന്ന് കരുതിയാൽ അത് ആ ഒരു സംഭവം തുടങ്ങുന്നതിന് മുന്ന് തന്നെ നമ്മളുടെ ജനറേഷൻ മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇപ്പോഴും ആരാധിച്ചു കഴിഞ്ഞാൽ ആ ആരാധനമൂർത്തി നിങ്ങളോടുകൂടെ നിങ്ങളുടെ ഏത് നല്ല കാര്യത്തിനും, നിങ്ങളുടെ ജീവിതത്തിൽ ജോലിയാണ് പ്രധാനമെങ്കിൽ അദ്ദേഹത്തെ വിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ
അദ്ദേഹം നടത്തി തരും. അതിനിടയിൽ ഒരു മന്ത്രിയോ തന്ത്രിയോ വേണ്ട. മറ്റുള്ളവർക്ക് നമ്മൾ പൈസ കൊടുത്തുകൊണ്ട് ചാത്തനെ ആരാധിക്കുന്നതല്ല യഥാർത്ഥത്തിൽ ചാത്തൻ ആരാധന എന്ന് തന്നെയാണ് മനുഷ്യനായി ജീവിക്കുന്ന ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അവിടെ ഒരു ചോദ്യം വന്നുകൊണ്ടിരിക്കും. അപ്പോൾ എന്തിനാണ് അമ്പലങ്ങൾ? അമ്പലങ്ങൾ എന്ന് പറഞ്ഞാൽ ആ ആരാധനാമൂർത്തിയെ ആരാധിക്കുന്നതിന് വേണ്ടി, അത് ആ ആരാധന കൃത്യമായി നടന്നു പോകാൻ വേണ്ടി സംഘടിച്ച ഒരു സംഘടന. ഒരിക്കലും അവരല്ല ദൈവം. അവരുടെ ഉള്ളിലിരിക്കുന്ന ആ ചൈതന്യമാണ് ദൈവം എന്ന് പറയുന്നത്. അപ്പോൾ ചാത്തന് വേണ്ടിയിട്ട് നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. അത് കാശ് തന്നെ ആവണമെന്ന് ചാത്തൻ പറയുന്നില്ല. കാശ് തന്നെ ആവണമെന്ന് ചാത്തൻ പറയുന്നതേ ഇല്ല. ചാത്തൻ കാശ് കണ്ടുപിടിക്കുന്ന കാലത്തിന് മുന്നേ ചാത്തനുള്ളതാണ്. കാശൊക്കെ എന്നാണ് കണ്ടുപിടിച്ചത്? പല സമ്പ്രദായങ്ങൾ മാറി, പാർട്ട്ണർ സമ്പ്രദായം മാറി, ആ ചക്ക കൊടുത്ത് മാങ്ങ മേടിക്കലായി. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നാണയങ്ങൾ പതുക്കെ കണ്ടുപിടിച്ചത്. ദൈവം എന്ന് പറഞ്ഞാൽ നാണയം മേടിക്കാൻ വേണ്ടി ഇരിക്കുന്നവനല്ല. ഇത് പറയുമ്പോൾ പലർക്കും പൊള്ളും. ഏത് മതത്തിനും അത് പൊള്ളും. കാരണം നമ്മുടെ കാശ് മേടിച്ച് നമ്മളെ വിശ്വസിപ്പിക്കുന്ന ഒരു സംഘടനയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ പറയുന്ന എല്ലാതും. ഏത് മതമായാലും ഒരു സംഘടന മാത്രമാണ്. നമ്മളുടെ ചിന്തകളിൽ നിന്നും നമ്മളെ വ്യത്യസ്തപ്പെടുത്തിക്കൊണ്ടുപോയി അവരുടെ ചിന്താഗതിക്ക് നമ്മളെ അടിച്ചേൽപ്പിക്കുന്ന ഒരു സമ്പ്രദായം. ഏതു മതത്തിലും അതിൻ്റേതായ ഒരു വലയങ്ങളുണ്ട്. മനുഷ്യനായി പിറന്നവരാണ് നമ്മൾ എന്ന് നമുക്കറിയാം. ഭൂമി ഉരുണ്ടതാണെന്നും അറിയാം. ഈ ഗാലക്സിയിലാണ് നമ്മൾ നിൽക്കുന്നതെന്നറിയാം. എന്നിട്ടും ഭൂമിയുടെ വലിപ്പം പോലും മനസ്സിലാക്കാതെ ഭൂമിയിലിരുന്ന് കുറ്റം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുന്ന വെറും മരപ്പാവകളാണ് മനുഷ്യർ, ഈ മതങ്ങൾ വിശ്വസിക്കുന്നവർ എന്ന് തന്നെ പറയാം. പക്ഷേ നമ്മളുടെ കാര്യലബ്ധിക്ക് വേണ്ടി ഒരു മതത്തെ വിശ്വസിക്കണം എന്ന് ഞാൻ പറയില്ല. നമുക്ക് ഇഷ്ടമുള്ള വിശ്വാസത്തെ വിശ്വസിക്കാനുള്ള ഒരു അതാണ് നമുക്ക് വേണ്ടത്. നമുക്കതില്ല. പല മതങ്ങളുടെ പേരിൽ അടിച്ചമർത്തപ്പെട്ട മനുഷ്യർ എന്ന് തന്നെ പറയാം. അപ്പോൾ ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്ക് വരുന്നില്ല. ഞാൻ ചാത്തനിലേക്ക് വരാം. ഈ കലിയുഗ കാലത്തിൽ നമ്മൾ ആ ഒരു പോയിൻ്റ് അവിടെ അങ്ങനെ നിൽക്കുന്നുണ്ട്. അത് ഞാൻ പിന്നീട് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ചാത്തനെ കുറിച്ച് മാത്രമാണ്. ആ ഒരു ചർച്ച നമുക്ക് പിന്നീട് ചെയ്യാം. ഇപ്പോൾ ഞാൻ പറഞ്ഞൊരു പോയിൻ്റ് ഉണ്ട്, അത് നിങ്ങൾക്ക് മനസ്സിലായവർക്ക് മനസ്സിലാവും. ഓക്കെ, ചാത്തൻ ഈ കലിയുഗത്തിൽ വിശ്വാസമുള്ളവർക്ക് വിശ്വസിക്കാം, ഇല്ലാത്തവർക്ക് വിശ്വസിക്കേണ്ട. അതാണ് നമ്മൾ കണ്ടുവരുന്ന ഒരു സമ്പ്രദായം. ആ സമ്പ്രദായത്തിൽ നിൽക്കുമ്പോൾ വിശ്വാസമുള്ളവർക്ക് സ്വന്തം ജോലിക്ക് വേണ്ടിയോ അദ്ദേഹത്തെ ജീവിക്കാനുള്ള മാർഗങ്ങൾക്ക് വേണ്ടി മാത്രം നമ്മൾ ചാത്തനെ വിളിച്ചുകൊണ്ടിരിക്കുക. ചാത്തനെ കൊണ്ട് എല്ലാം ചെയ്യാൻ നമ്മൾ പറയരുത്. കാരണം പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ ജനിച്ചത്? നമ്മൾ ജനിച്ച് നമ്മുടെ കഷ്ടപ്പാടുകൾ അനുഭവിക്കാൻ വേണ്ടിയാണ്. എല്ലാ കഷ്ടപ്പാടും ചാത്തനെ വിളിച്ച് ചാത്തനൊരു അടിമയാക്കി എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, അത് എപ്പോഴാണ് മനസ്സിലാവാന്നറിയോ? ചാത്തൻ തിരിച്ചടിക്കുമ്പോഴാണ് ആ ഒരു അർത്ഥം നമ്മൾ മനസ്സിലാക്കുക. അത് തന്നെയാണ് ഇപ്പോൾ അവിടെ നടന്നത്. അതായത് മനസ്സിലായ ദേവസ്ഥാനം. ഇപ്പം എന്താ ചെയ്യുക? കാര്യങ്ങളെല്ലാം എല്ലാവർക്കും മനസ്സിലായി. ചാത്തൻ തിരിച്ചടിച്ചു. ദുർമന്ത്രവാദം കൊണ്ട് ഒരിക്കലും പിടിച്ചു നിർത്താൻ ചാത്തനെ കൊണ്ട് കഴിയില്ല. അന്തസ്സ് ഐശ്വര്യം ഉണ്ടെന്ന് കരുതാൻ വേണ്ടിയിട്ട് മനക്കോട്ട കെട്ടി കൊട്ടാരം പണിതിട്ടും കാര്യമില്ല എന്ന് ചാത്തൻ സിമ്പിളായിട്ട് കാണിച്ചു കൊടുത്തൊരു നിമിഷം എന്ന് തന്നെ പറയണം. കാരണം പല ആളുകൾക്കും ചിലപ്പോൾ വിമർശനങ്ങൾ തോന്നാം. പക്ഷേ എനിക്കിത് പറയാനുള്ള അർഹതയുണ്ട്. കാരണം വെച്ചാൽ ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ ഒരു ഹിന്ദു മതത്തിൽ ജനിച്ചു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷേ ഞാൻ മനുഷ്യനായിട്ടാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഏത് മതത്തെയും നമ്മൾ നല്ലതാണെങ്കിൽ നല്ലത് പറയും. പക്ഷേ ഒരു മതവും കുറ്റമല്ല, അതും നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ ചാത്തൻ എന്താണെന്ന് അറിയാൻ ശ്രമിക്കുക. നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ചാത്തനെ വിളിക്കുക. അത് എത്ര ശ്രമിച്ചിട്ടും പറ്റാത്തൊരു സാഹചര്യത്തിൽ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നൊരു കാര്യം ചാത്തനെ സമർപ്പിച്ച് നമ്മൾ യാത്ര പോകുക. അപ്പോൾ ചാത്തനെ നടത്തി തന്നിരിക്കുമെന്ന് തന്നെയാണ് വിശ്വാസം. വിശ്വാസമില്ലാത്തവർ ചാത്തനെ ആരാധിച്ച്, ഇപ്പോൾ ഞാൻ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 6 ദിവസം ചാത്തന് വേണ്ടി നിങ്ങൾ വ്രതമെടുത്തു, മാംസങ്ങളൊന്നും കഴിക്കുന്നില്ല. ചാത്തൻ മാംസം കഴിക്കും, എന്നാലും മാംസങ്ങളൊന്നും കഴിക്കുന്നില്ല. ഒരു മനസ്സും ശരീരവും തമ്മിലൊരു സന്തുലിതാവസ്ഥ കൊണ്ടുവരാൻ വേണ്ടിയാണ് മാംസം കഴിക്കരുതെന്ന് പറഞ്ഞത്. നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കതിൽ വ്യത്യസ്തത മനസ്സിലാകത്തില്ല. അപ്പോൾ ആ വ്യത്യസ്തത മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് മാംസം കഴിക്കാതിരിക്കുക, കൃത്യസമയത്ത് എണീക്കുക, കുളിക്കുക, എന്നിട്ട് ജപിക്കുക, വീണ്ടും ഭക്ഷണം കഴിക്കുക, കുളിക്കുക, ജപിക്കുക, കിടന്നുറങ്ങുക, ചാത്തനെ വിളിച്ചുകൊണ്ടേയിരിക്കുക. ഈ ഒരു 6 ദിവസം
നിങ്ങൾ ഈ ഒരു രീതിയിൽ ചാത്തനെ വിളിച്ച് നിങ്ങളുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ചാത്തൻ നടത്തി തരും. അപ്പോൾ ചാത്തനെ വിശ്വസിക്കുക. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ വിശ്വസിക്കുക. ഞാൻ പറഞ്ഞത് വിചാരിച്ചിട്ട് നിങ്ങളത് വിശ്വസിക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. ഞാൻ എൻ്റെ വിശ്വാസം, എനിക്ക് അനുഭവപ്പെട്ട കാര്യങ്ങളിലൂടെയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അല്ലെങ്കിൽ ഞാനിത് പറയാനുള്ള പ്രാപ്തിയില്ലാത്ത മനുഷ്യനായിട്ട് മാറും. കാരണം ഞാൻ ജീവിക്കുന്ന സമൂഹത്തിൽ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കഷ്ടപ്പാടുകളിൽ എനിക്ക് കൂട്ടായിട്ട് നിന്നിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് സജഷൻ മീൻസ് നിങ്ങളോടും ഈ ഒരു അറിവ് പറയുന്നത്. ഈ അറിവ് നിങ്ങൾക്ക് എടുക്കാമെങ്കിൽ എടുക്കാം, എടുക്കേണ്ടവർക്ക് എടുക്കണ്ട. പക്ഷെ ഒരു നിമിഷം നിങ്ങൾ ഒറ്റപ്പെട്ടു പോയി, നിങ്ങൾ ജീവിതത്തിൻ്റെ ഏതോ താളുകളിൽ കിടന്ന് അലയടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ജീവിതം ഇനി മുന്നോട്ട് പോവില്ല എന്ന് നാം മനസ്സിലാക്കുന്ന ഒരു നിമിഷത്തിൽ ചാത്തനൊന്ന് വിളിച്ച് കരഞ്ഞു കഴിഞ്ഞാൽ, ചാത്തനൊന്ന് കാണാൻ വരാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ചാത്തനെ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് നടന്നിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യം നടന്നുകൊണ്ടിരിക്കും. ചാത്തനെ ദുരുപയോഗം ചെയ്യാതിരിക്കുക. പക്ഷെ മനുഷ്യനായതുകൊണ്ട് നാം അറിയാതെ ദുരുപയോഗത്തിന് വേണ്ടി ശ്രമിച്ചാൽ ചാത്തൻ തിരിച്ചടിക്കും. ഈ യാഥാർത്ഥ്യവും മനസ്സിലാക്കിക്കൊണ്ടേയിരിക്കുക. ചാത്തൻ സർവത്തിലുമുണ്ട്. ചാത്തൻ കുട്ടിച്ചാത്തൻ, കുട്ടിച്ചാത്തൻ, ചാത്തൻ സാക്ഷാൽ ത്രിലോകനാഥനെ വരെ മായ കാണിച്ച് മയക്കാൻ കഴിവുള്ളവൻ ചാത്തൻ. ഇത് ചാത്തൻ്റെ കഥ. നിങ്ങളറിഞ്ഞ ചാത്തൻ, നിങ്ങളറിയാത്ത ദുർമന്ത്ര കുട്ടിച്ചാത്തനെ വാഴ്ത്തിയിരുന്നവർ വീണു. ഇനി നാശം വിതച്ചുകൊണ്ട് സാക്ഷാൽ കുട്ടിച്ചാത്തൻ തിരിച്ചടിച്ചിരിക്കുന്നു. ചാത്തനെ വെച്ച് കളിച്ചവർക്ക് ചാത്തൻ തന്നെ ഒരു അറുതി കൊടുത്തിരിക്കുന്നു. ഇത് കുട്ടിച്ചാത്തൻ്റെ കഥ.